അല്ല ഗൈസ്, ജസ്ന സലീമിൻ്റെ ഫോട്ടോസ് വിറ്റ് പോണില്ല എന്നുള്ള ഒരു വിഷയം ഗൈസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന കണ്ടു ഗൈസ് മാത്രമല്ല പലരും റിയാക്ട് ചെയ്യുന്ന കണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് ഗൈസ്. ജസ്ന സലീമിൻ്റെ ഫോട്ടോ അല്ല കേട്ടോ, ജസ്ന സലീം വരച്ച ഫോട്ടോ, കൃഷ്ണൻ്റെ ഫോട്ടോ. ജസ്ന സലീമിനെ അറിയാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല അല്ലേ. ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നു, അത് വിൽക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ പലരും എതിർക്കുന്നു. അങ്ങനെ ഒരു രീതിയിലാണ് ജസ്ന സലീം കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഒരാളായി വന്നത്. പിന്നീട് കൃഷ്ണനോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട്, കൃഷ്ണൻ്റെ പടം വരച്ച്, കൃഷ്ണനോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോസ് വരച്ച് വൈറലായിട്ടുള്ള പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടിയിൽ എനിക്കിതിൽ ആദ്യം തന്നെ പറയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഏതൊരു വ്യക്തിക്കും, അത് ഏത് മതം എന്നൊന്നുമില്ല, റിഗാർഡ്ലെസ് ഓഫ് റിലീജിയൻ, ഏത് മതത്തിലുള്ള ആൾക്കും ആരുടെ ഫോട്ടോ വരയ്ക്കാനും വിൽക്കാനുമുള്ള അവകാശം ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പം മുസ്ലിം പെൺകുട്ടി കൃഷ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ മതപരമായ രീതിയിൽ അതിനെടുക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. പിന്നെ ഒരു പൊളിറ്റിക്കൽ സംഗതിയൊക്കെ വെച്ചിട്ട് അതിനെ കാണുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ എന്നാണ് കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടി ഒരു മുസ്ലിം പെൺകുട്ടി യുവതി, ഒരു മുസ്ലിം യുവതി ഒരു ഹിന്ദു ദൈവത്തിൻ്റെ ഫോട്ടോ വരച്ച് ഗുരുവായൂരിലേക്ക് വന്ന് അങ്ങനെ വിൽക്കുന്നു, അങ്ങനെ ഉള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അത് മതപരമായ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. കൂടെ തന്നെ അവരുടെ പ്രൊഡക്ട്സിന് നല്ല രീതിയിൽ ഓർഡർ കിട്ടുന്നു. 5000, 10,000 രൂപയൊക്കെയാണ് അവർക്ക് ഒരു ഫോട്ടോന് വെച്ച് കിട്ടിയത്. ഒരു മാസം 10 ഓർഡർ കിട്ടുകയാണെങ്കിൽ തന്നെ 1 ലക്ഷം രൂപ അല്ലേ. അതെന്തായിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു സംഗതി 100 രൂപയ്ക്ക് വിൽക്കുന്നു, 10,000-ന് വിൽക്കുന്നു, അത് വാങ്ങാൻ ആളുണ്ടായിരിക്കും, എവിടെയെങ്കിലൊക്കെ ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അതൊക്കെ അവരിഷ്ടമാണ്. ആ ഫോട്ടോസിന് ക്വാളിറ്റി ഇല്ലയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവർക്ക് നല്ല ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരൊരു വീട് വെച്ച് വീട് നോക്കുന്ന ഒരുത്തി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിമ്പതി, ആ രീതിയിലുള്ള റെസ്പെക്റ്റ്, അങ്ങനെ പല രീതിയിലുള്ള മിക്സഡായിട്ടുള്ള ഒരു ഇമോഷനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനുണ്ടായിരുന്നതെന്ന് അവരുടെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകളിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഗതി, പിന്നീടത് ഹിന്ദുക്കളുടെ സപ്പോർട്ട് കിട്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നില്ല, തട്ടം ഉപേക്ഷിച്ചതോടുകൂടി എന്താ പറയുക, ചില ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളെ നിർത്തിപ്പോയി, അത് ഓർഡറിനെ ബാധിച്ചു. അവർ ഉഡായിപ്പ് കളിക്കുകയാണ്, ഹിന്ദു മതത്തിലുള്ള ആളുകളെ മൊത്തം പറ്റിക്കുകയാണ്, മുസ്ലിം സമുദായത്തോട് എന്താ പറയുക ഒരു ചതി കാണിക്കുകയാണ്, അവരെ ഒരു കുറ്റവാളികളെ പോലെ അവർ പൊതുസമൂഹത്തിന് ഇട്ട് കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു വിവാദ ആർട്ടിസ്റ്റ് ആയിട്ട് ആര് മാറി? ജസ്ന സലീം മാറി. കുറേ കേസും പരിപാടികളൊക്കെ ഉണ്ടായി. അവർക്ക് വധഭീഷണി വരെ ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. തല്ലും കൊല്ലും, ഈ ചിത്രം വരച്ചഞ്ഞ് വിവരം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് പല മതങ്ങളിൽ നിന്ന് ആളുകളൊക്കെ അല്ലേ. എന്തായാലും അവർക്ക് നല്ല ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ലൈഫ് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. ഒരു കലാകാരി എന്ന നിലയിൽ അവർ അവരുടെ കല കൊണ്ട് ജീവിക്കാൻ അവർക്ക് പറ്റി. ആ ഒരു രീതിയിൽ എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു വരുന്ന സംഗതി, ഇന്നത്തെ കാലത്ത് കാശുണ്ടാക്കാനുള്ള നല്ലൊരു വഴിയാണ് ഗൈസ് മതം വിൽക്കുക എന്നുള്ളത്. അത് ഏത് മതം, നല്ല മതം വിൽക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ഒരു പ്രോഡക്റ്റ്, നമ്മൾ വരച്ചിട്ടുള്ള ഒരു സംഗതി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രാഫ്റ്റ്, അത് മതത്തിൻ്റെ ഒരു മസാല ചേർത്തിട്ട് നമ്മൾ വിൽക്കുകയാണെങ്കിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാവുമെങ്കിലും അത്യാവശ്യം നല്ല ഓർഡർ വരും. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ എൻ്റെ നാട് പറഞ്ഞ വള്ളുവനാടില്ലേ, പാലക്കാട് ജില്ലയിലെ വള്ളുവനാട് ഏരിയയിൽ നിന്ന് വരുന്ന ഒരുത്തനാണ് ഞാൻ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഇവിടെ ഭാഗത്തുള്ള കാളല്ലേ, കാളക്കോലങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഓച്ചറ കാളവേലൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവില്ലേ, അതിൻ്റെ വേറൊരു രൂപം വള്ളുവനാട് ഏരിയയിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ആദ്യം ചെയ്ത തുടക്കത്തിലൊക്കെ ചെയ്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ, കാളവേലകളെ കുറിച്ചിട്ടും സംഗതികളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള കാളക്കോലങ്ങൾ എന്ന് പറഞ്ഞത്. കാരണം കാളകളെ പൂട്ടാനൊക്കെ വേണ്ടിയിട്ട്, പാടത്തിൽ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട്, കൃഷിപ്പണിക്ക് വേണ്ടി ആളുകൾ ഉപയോഗിച്ചിരുന്നില്ലേ. അപ്പോൾ അവിടെയുള്ള ആളുകൾ അവിടെയുള്ള ദേവിയോടുള്ള ഒരു എന്താ പറയുക കടപ്പാട്, സ്നേഹം, ഭക്തിയൊക്കെ കാണിക്കാൻ വേണ്ടി, നന്ദി പ്രകടനമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അങ്ങനെ കാളക്കോലങ്ങളെ കെട്ടിയുണ്ടാക്കിയിട്ട് എന്താ പറയുക ആഘോഷത്തോട് കൂടിയിട്ട് അവർ കാവിലേക്ക് എത്തിയിരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം.
അപ്പോൾ ഞാനിവിടെ സംഭവം എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഇത് ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. നിങ്ങളുടെ കാളക്കോലങ്ങൾ ഇത് ഭക്തിയുടെ മാത്രം കാര്യമല്ല, ഇതൊരു നമുക്കറിയാം ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ആ ഭക്തി എന്നതിനപ്പുറത്തേക്ക് അത് ഭക്തിയുടെ മാത്രം സംഗതിയല്ല, അത് കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല വീടുകളിലും ഇത് ആളുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് എന്നുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായ ഒരു കാര്യം ഇവിടെ പറഞ്ഞു വെച്ചാൽ, ഞാൻ ഈ ഒരു സാധനം പലരും ഉണ്ടാക്കിയിട്ട് ഇത് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വിറ്റ സമയത്ത് മത്തി വിൽക്കുന്ന പോലെയാണ് അവനത് വിൽക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ നിനക്കിത് ഉണ്ടാക്കി വിൽക്കുക, നിനക്ക് നീ ഉണ്ടാക്കി വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്നെ രാത്രി 10 മണിക്ക് 10:30ക്കൊക്കെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ വോയിസ് അവരുടെ യൂണിയൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് നാറ്റിക്കുന്ന ഒരു സംഗതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരുത്തം ഭീഷണിപ്പെടുത്തുന്നത്, അത് യൂണിയൻ്റെ ആൾ. അപ്പോൾ ഞാൻ ആകെ പേടിച്ച് പോയി ഗൈസ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അത് ഉപേക്ഷിക്കേണ്ടതായ ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഗതി എന്ന് വെച്ചാൽ, ഇത് ആളുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ ഇവർ ഈ ഭക്തിയുടെ പേരും പറഞ്ഞിട്ട് കള്ളത്തരം പറയുകയാണ്, ഭക്തിയുടെ പേരും പറഞ്ഞിട്ട് ഇതൊരിക്കലും ക്രാഫ്റ്റ് ഐറ്റമായിട്ട് വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഒരുത്തെന്ത് കാശുണ്ടാക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നു എന്നൊക്കെ വർത്തമാനം പറയുന്ന ആളുകളുടെ ഒരു കാര്യം ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, ഇവരും ഇത് ദേവിയുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഭക്തിയുടെ പേരും പറഞ്ഞിട്ട് ഇവർ ഒരുപാട് കാശ് വാങ്ങിയിട്ടാണ് ഓരോ കമ്മിറ്റിക്ക് ഇവരുടെ കാളേനെ ഇവരുണ്ടാക്കിയ കാളകളൊക്കെ ഇറക്കുന്നത്, ഓരോ കാളയ്ക്ക് ഓരോ ഇതും. അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുടെ കഷ്ടപ്പാട് സംഭവമൊക്കെ ഉണ്ട്, ഒക്കെ കാര്യം ശരിയാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇത് ചിലരുടെ കുത്തകയാണെന്നുള്ള രീതിയിലാണ് പലരും ഇതും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഈ കാളകളെ ഭയങ്കര ഇഷ്ടമാണ്, ഉത്സവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, കാളേനെ ഭയങ്കര ഇഷ്ടമാണ്, ആനേനെ ഭയങ്കര പേടി കേട്ടോ. കാളകളെ ഇഷ്ടമാണ്, അതേപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, അതേപോലെ ആർട്ട് വർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ്, അതേപോലെ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്, പുസ്തകങ്ങൾ എഴുതാൻ ഇഷ്ടമാണ്, കവിതയും എല്ലാം ഇഷ്ടമാണ്, കവിതകൾ എഴുതും, ചെറുകഥകൾ, നോവലുകൾ, അല്ല ഫുട്ബോൾ എനിക്കിഷ്ടമാണ്, വടംവലി ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ സംഗതിയുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഈ ഒരു സംഗതി ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് ചിലവർക്ക് ഇഷ്ടമായി. അപ്പോൾ അവർ എനിക്ക് ഓർഡർ തരാൻ തുടങ്ങി. അപ്പോൾ ഞാനത് ഏറ്റവും ചുരുങ്ങിയ വിലയിലൊക്കെയാണ് ആളുകളിലേക്ക് എത്തിക്കാൻ തുടക്കത്തിൽ ശ്രമിച്ചിരുന്നത്, പലർക്കും ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും സമയം ഇത് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, പലരും ഇത് ഉണ്ടാക്കി വിൽക്കണമുണ്ട്, ഇത് ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് കടകൾ ഓപ്പൺ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ നമുക്കത് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്തു തുടങ്ങിയ സമയത്താണ് ഭീഷണി വന്നത്, നീ ആരാണ് അതുണ്ടാക്കാന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി ഗൈസ്, ഉണ്ടാക്കി വിൽക്കാന്നൊക്കെ. മത്തി വിൽക്കണ പോലെ വിൽക്കുകയാണ്, ഇതൊക്കെ വലിയ പ്രൈസിൽ ഇപ്പോൾ 2000-നും 2500-നൊക്കെയാണ് ചിലരിത് വിറ്റുകൊണ്ടിരുന്നായിരുന്നു. അതിൻ്റെ ഒരു തല എന്നൊക്കെ പറയുന്നത് ഒരു ക്രാഫ്റ്റ് സാധനമാണ്, അത് ചുമരിൽ വെക്കാം, ഷോ കേസിൽ വെക്കാം, അങ്ങനെയൊക്കെ സംഗതിയാണ്. പക്ഷേ ഞാനത് 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് 400 രൂപയ്ക്ക് 300 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. ഇവർക്കത് സഹിച്ചില്ല. അപ്പോൾ അത് പല രീതിയിലും വിഷയം ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്ന സ്ഥലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും അത് മതത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഭക്തിയുടെ പേര് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ ജസ്റ്റിസ് സലീമിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ആ പരിപാടിക്ക് നിന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഗതി. ഇവിടെ പറഞ്ഞു വരുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ ഭയങ്കര പാടാണെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിന് മാത്രമല്ലല്ലോ, നമുക്കൊരു വേറൊരു ജീവിതം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും പിന്നീട് ആളുകൾ പറഞ്ഞു നീ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തൊന്നും വിഷയമല്ല എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അവസാനം എത്തിക്കുന്ന സംബന്ധിച്ചാൽ എനിക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഇത് മാത്രമൊന്നുമല്ല, ഇപ്പോൾ എന്താ പറയുക കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫൈബർ കൊണ്ട് അല്ലേ, അതേപോലെ തന്നെ MCL കൊണ്ട്, മരം കൊണ്ട് സംഗതികളൊക്കെ. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഞാനത് മീഷോ വഴി വിൽക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ജസ്റ്റിസ് സലീമിൻ്റെ സംഗതി വന്നപ്പോൾ എന്താ വെച്ചാൽ അവർ ഗുരുവായൂർ വഴി അല്ലെങ്കിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് തട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവർക്ക് കോൺട്രവേഴ്ഷ്യലായിട്ട് ഒരാളായിട്ട് സ്വയം മാറിയിട്ട് അവർ നല്ല രീതിയിൽ ഓർഡർ പിടിക്കുകയും കുറേ കാശുണ്ടാക്കാനും ഒക്കെ അവർ ശ്രമിച്ചു. അത് തെറ്റോ ശരിയോ എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്, അവർ ആ രീതിയിൽ സക്സസ്ഫുള്ളായി, കാശുകാരിയൊക്കെ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഗൈസ്, എനിക്ക് പലപ്പോഴും പേടിയുണ്ടായിരുന്നു ഇത് കോൺട്രവേഴ്സി ആയി തീരുമോ, അതെന്താണ് ഇതിൻ്റെ സംഗതി. അപ്പോൾ എന്നോട് ഞാൻ നിയമപരമായ രീതിയിൽ എൻ്റെ സുഹൃത്തുക്കളോട് അങ്ങനെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള എൻ്റെ സുഹൃത്തിനോടൊക്കെ സംസാരിക്കുകയും മറ്റു പലരോടും സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ സംഭവം എൻ്റെ പുസ്തകങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഐറ്റംസ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള രീതിയിലുള്ള അതിനിടയിൽ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങനെ പോകണ്ടായിരുന്നു കേസ്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു വന്നേ. അപ്പോൾ ഞാനിങ്ങനെ കുറേ ആലോചിച്ചത് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ആളുകളൊക്കെ പറഞ്ഞു എന്നാൽ ചെയ്യടാ, അത് ഹോൾസെയിലായിട്ട് തന്നെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു കേസ്. പിന്നെ കോൺട്രവേഴ്സിയിൽ പെടാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല. പിന്നെ ഇതിൽ വലിയ ഭക്തിയുടെ പേര് പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ ഇതിനെ വലിയതായിട്ട് എടുക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിലൊക്കെ കാശ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട് ആളുകൾ. ഇവരാരും ഫ്രീ ആയിട്ടൊന്നുമല്ല, എന്താ പറയുക, ഒരു ഭക്തിയുടെ മാർഗ്ഗത്തിൽ ഏറ്റവും ലളിതമായ രീതിയിൽ അങ്ങനെ ചെയ്യേണ്ട സാധനം നല്ലത്. അപ്പോൾ നമുക്ക് ഒരു പാഷൻ ഉണ്ടാവില്ലേ, നമ്മളിപ്പോൾ എന്തൊക്കെ സാധനം ഉണ്ടാക്കണം, ടോയ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള രീതിയിൽ സംഗതികളൊക്കെ ഉണ്ട്.
അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ചെയ്യുക. എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ നല്ല പേടിയാണ്, വേണ്ടേ എന്നുള്ള സാധനമുണ്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസം രാത്രിയും പകലൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് ഇത് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സാധനങ്ങളൊക്കെ നടത്തിയിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് കഴിച്ചത്. അതുപോലെ പുസ്തകം എഴുതുന്ന പോലെ ഉള്ള ഒരു എൻ്റെ ഭയങ്കര പാഷനായിട്ടുള്ള ഒരു സംഗതിയാണ്. എനിക്കിഷ്ടമുള്ള ഇങ്ങനെ ഒരു സംഗതി, കാളേനുണ്ടാക്കുക, ആനേനുണ്ടാക്കുക, ആടിനുണ്ടാക്കുക, കോഴീനുണ്ടാക്കുക എന്നുള്ള സംഭവമൊക്കെ. അപ്പോൾ ഞാനത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതായത് മീഷോ വഴി വിൽക്കാമെന്നാണ് വിചാരിക്കണത്. അതേപോലെ എനിക്ക് ഡയറക്റ്റ് ആളുകളിലേക്ക് ഇത് എത്തിക്കുമ്പോൾ പേടിയെന്ന് വെച്ചാൽ ഓന്മാരിങ്ങനെ ഭീഷണിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ എന്ത് ചോദിച്ചിട്ടാണ് ഒരു വണ്ടി എടുത്തിട്ട് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങണത്. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നീ അത് ചെയ്യടാ, നിൻ്റെ പുസ്തകങ്ങൾ നിനക്ക് നടന്ന് വിൽക്കാലോ, അതേപോലെ തന്നെ നിൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് നടന്ന് വിൽക്കാലോ, അല്ലെങ്കിൽ റോഡ് സൈഡിൽ വിൽക്കാലോ എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പിന്നെ പലരും പറഞ്ഞു നീ ഒരു പ്രതിഷേധമായിട്ട് ചെയ്യും, ഒരു റോഡ് സൈഡിൽ ഇതാണ്ട് വിൽക്കടാ, ആൾക്കാരെന്താ ചെയ്യണം നോക്കട്ടെ എന്നൊക്കെ. അപ്പോൾ എനിക്ക് അതിന് മാത്രമുള്ള ധൈര്യമൊന്നുമില്ല ഗേസ്. അപ്പോൾ ഞാനത് വിൽക്കാമെന്ന് വിചാരിക്കുന്നത് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിത് മീഷോയിൽ ഇത് വഴി ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഗൈസ്. ഡയറക്റ്റ് ഇങ്ങനെ ഓർഡർ പിടിക്കാനുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പം വാട്സപ്പിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ വെറുപ്പിക്കും, ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തണ പോലെ ഭീഷണി കോൾസ്, ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ട് നമ്മൾ അപമാനിക്കുക, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരു സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ്, ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഐറ്റംസ് എനിക്ക് വിൽക്കണം എന്നുണ്ട് ഗൈസ്. ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. അതേപോലെ എനിക്ക് ഈ ജുവൽസൊക്കെ ഇല്ലേ, മരത്തിൻ്റെ മുത്തുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ജുവൽസ്, MC കൊണ്ട് ഉണ്ടാക്കുന്ന ജുവൽസ്, ആഭരണങ്ങളില്ലേ, കമ്മൽ, മാല, വള, പ്രത്യേക തരത്തിലുള്ള പാദസരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുസ്തകങ്ങൾ എഴുതാൻ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ, ഇങ്ങനെ ഉണ്ടാക്കിയ ജുവൽസ്, ജ്വല്ലറി സാധനങ്ങൾ, ക്രാഫ്റ്റ് ഐറ്റംസ്, ഇങ്ങനെയുള്ള കുട്ടിക്കാളകൾ, കാളത്തലകൾ ഒക്കെ ഉണ്ട് ഗൈസ്. MC കൊണ്ടും ഫൈബർ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയത്. കൂടുതൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ ഡിഫറൻ്റായ സാധനങ്ങൾ ചെയ്യണമെന്നുണ്ട്. പലരും എന്നോട് പറഞ്ഞത് നീ ഇത് ഹോൾസെയിലായി ചെയ്യുന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതെങ്ങനെ ചെയ്യുന്നൊക്കെ ഒരു സാധനമായിരുന്നു. അപ്പോഴാണ് ഞാൻ മീഷോ വഴി ഇതിങ്ങനെ വിൽക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കിയ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ ആ മീഷോയിൽ ആ സാധനം രജിസ്റ്റർ ചെയ്യാനുള്ള നോക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തോ ചില സാധനങ്ങളിൽ സിറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സിറ്റി എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ആ സിറ്റി വരുന്നില്ല ഗൈസ്. എവിടെ പരിപാടി ചെയ്തിട്ടാലും ഇങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് 2 ദിവസം കഴിഞ്ഞാൽ റെഡി ആവുമെന്നാണ് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ. അപ്പോൾ ഞാനത് വിൽക്കാനുള്ള ഒരു പരിപാടിയാണ് ഗൈസ്. എൻ്റെ പുസ്തകങ്ങൾ പറ്റുകയാണെങ്കിൽ താല്പര്യം നിങ്ങൾ വാങ്ങുക. ഞാൻ വളരെ ഡിഫറൻ്റായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഗൈസ്. വേറെ നോവൽ ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ വടംവലി ഒരു പ്ലെയറാണ്. വടംവലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വടംവലിയുടെ ലൈവ് വീഡിയോസ് ചെയ്യുന്ന ഒരുത്തനാണ്. അതേപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസിൻ്റെ റിവ്യൂസ് പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്നാണ് കേസ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വളരെ സ്ട്രഗ്ലിംഗ് ആയ ഒരു സ്റ്റേജാണ്. ഇനി വെറുതെ ഇങ്ങനെ കുറേ സഹതാപം പറഞ്ഞിട്ട് നിങ്ങളെ വേണ്ടി വാങ്ങിപ്പിക്കാനൊന്നുമില്ല. നിങ്ങൾക്കത് ഇഷ്ടമാവുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ വാങ്ങുക ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നു, എഴുതുന്നു, വിൽക്കുന്നു. ഓക്കെ, ഇതാണ് ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഗൈസ് ഞാൻ ചെയ്യുന്നുണ്ട് പറയാം, എന്നെ സപ്പോർട്ട് ചെയ്യാം. എന്നെയല്ല എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന, വളരെ പാഷനേറ്റായിട്ട് ചിത്രം വരയ്ക്കുന്ന, എഴുതുന്ന, പുസ്തകങ്ങൾ എഴുതുന്ന, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന, അതിൻ്റെ വ്ളോഗ്സ് ചെയ്യുന്ന എല്ലാവരും, അങ്ങനെയുള്ള ആളുകൾ, ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഇതിൽ പോയിൻ്റായിട്ട് പറയുന്നത്. ജസ്റ്റിൻ സലീമിൻ്റെ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ ഓർഡർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ എനിക്ക് ഒരു ആർട്ടിസ്റ്റിന് രീതിയിൽ അവരോട് ഭയങ്കരമായിട്ട് സഹതാപം, ഭയങ്കര സ്നേഹമൊക്കെ തോന്നി, എമ്പതി തോന്നി, എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവുമെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ അവർ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിൽ പലരും വീഡിയോസും ചെയ്യുന്നുണ്ട്. എന്താ അറിയില്ല, അവരുടെ ഉള്ളിലിരിപ്പോൾ എന്താണെന്ന് അറിയില്ല കേസ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അവസ്ഥ ഇതാണ്. നല്ല മഴയാണ് കേസ്, നല്ല മഴയാണ്. അപ്പോൾ അത്രയും കേസ്. അപ്പോൾ മീഷോയിൽ എൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഡയറക്റ്റായിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് ഓർഡർ മാത്രമേ പോയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ്. അതിനുവേണ്ടി സപ്പോർട്ട്